വചനാടിസ്ഥാനത്തിലേക്കെന്ന ഈ വേദപഠന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. അഹരോന്റെ ജീവിത ചരിത്രത്തെക്കുറിച്ചുള്ള പഠനം ഏവർക്കും അനുഗ്രഹമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു. അറിഞ്ഞ കാര്യങ്ങൾ പ്രായോഗികമാക്കി ജീവിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ സൃഷ്ടി വൈഭവം പലപ്പോഴും മനുഷ്യനെ ആശ്ചര്യപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നും നാം കാണാത്തതും അറിയാത്തതുമായ അനേക തരം ജീവജാലങ്ങൾ ലോകത്തിൻ്റെ പല സ്ഥലത്തുള്ള ഉൾക്കാടുകളിലും ആഴക്കടലിലും ഇപ്പോഴും ജീവിക്കുന്നുണ്ട്. ഇവയെല്ലാം തന്നെ വിചിത്രമായ രൂപത്തിലും കഴിവിലും പ്രത്യേകതകളിലും മനുഷ്യൻ്റെ ശ്രദ്ധ ആകർഷിക്കുന്നവയാണ്. ഇതിലൊന്നാണ് ആമസോൺ നദിയിലും അതിൻ്റെ ചുറ്റുപാടുമുള്ള സ്ഥലങ്ങളിൽ കാണപ്പെടുന്ന ഒരു തരം മത്സ്യം. ഇലക്ട്രിക് ഈൽ എന്ന് വിളിക്കപ്പെടുന്ന ഈ മത്സ്യം ഏകദേശം 8 അടി വരെയുള്ളതിനെ മനുഷ്യൻ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യേകത, ഇതിന് ഏകദേശം 860 വോൾട്ട്സ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാൻ സാധിക്കും. ഇന്ന് ഇന്ത്യയിൽ നമ്മുടെ ഭവനങ്ങളിൽ എത്തുന്നത് 230 വോൾട്ട്സ് ആണ്. നമ്മുടെ ദൈനംദിന ഉപയോഗത്തിന് ലഭിക്കുന്ന ഇലക്ട്രിസിറ്റിയെക്കാളും 4 ഇരട്ടിയാണ് ഈ മത്സ്യം ഉൽപ്പാദിപ്പിക്കുന്നത്. എന്നാൽ നമ്മുടെ വീട്ടിൽ ലഭിക്കുന്ന തുടർമാനമായ വൈദ്യുതി പോലെ ഇതിന് ഉൽപ്പാദിപ്പിക്കുവാൻ സാധിക്കുകയില്ല. ഈ മത്സ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി കൊണ്ട് അവരുടെ ചുറ്റുപാടുകളെ നന്നായി മനസ്സിലാക്കുവാനും അവർ സഞ്ചരിക്കേണ്ട പാത കണ്ടെത്തുവാനും മറ്റു മത്സ്യങ്ങളെ വേട്ടയാടുവാനുമായിട്ടാണ് ഈ മത്സ്യങ്ങൾ വൈദ്യുതി ഉപയോഗിക്കുന്നത്. ഈ മത്സ്യങ്ങൾക്ക് വളരെ കുറഞ്ഞ കാഴ്ചശക്തിയേ ഉള്ളൂ. അതിനാൽ ഇവയുടെ കാഴ്ചയ്ക്ക് പകരമായി ചെറിയ അളവിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനാൽ അവരുടെ ചുറ്റുപാട് നന്നായി മനസ്സിലാക്കുവാനും അവരുടെ അടുക്കലുള്ള മറ്റു മത്സ്യങ്ങളെ കണ്ടെത്തുവാനും അവർക്ക് സാധിക്കുന്നു. ഇര അടുത്തു വരുമ്പോൾ അവരുടെ ശരീരത്തിൽ നിന്ന് ഏകദേശം 860 വോൾട്ട് ഇലക്ട്രിസിറ്റി അവർ പുറപ്പെടുവിക്കും. ഇതിനാൽ അവരുടെ അടുത്തുള്ള എല്ലാ മത്സ്യങ്ങളും തന്നെ അല്പനേരത്തേക്ക് നിശ്ചലമായി പോകും. ഈ സമയം കൊണ്ട് ഈ മത്സ്യങ്ങൾ അവയെ മുഴുവനായി വിഴുങ്ങിക്കളയും. പലപ്പോഴും പലർക്കും പറ്റിയ അബദ്ധം ഇതാണ്: ഇത് വെറുമൊരു മത്സ്യമല്ലേ, ഇതിനെ പിടിച്ചതുകൊണ്ട് എന്താണ് അപകടം? എന്നാൽ ഇതിൻ്റെ ശരീരത്തെ സ്പർശിച്ച എല്ലാവർക്കും തന്നെ വൈദ്യുതി ആഘാതം ഏറ്റിട്ടുമുണ്ട്. അതിനാൽ വെറും കൈയോടെ ഇതിനെ പിടിക്കുവാൻ ആരും ശ്രമിച്ചിട്ടുമില്ല. ആമസോൺ നദിയിലെ മുതലകൾ ചിലപ്പോൾ ഇതിനെ ഇരയാക്കുവാൻ ശ്രമിക്കുമ്പോൾ ഇതിൻ്റെ വൈദ്യുതി ആഘാതത്താൽ പെട്ടെന്ന് തന്നെ ആ സ്ഥലം വിട്ടുപോകും. വെറുമൊരു മത്സ്യത്തിന് ഇത്രയും വലിയ ശക്തിയോ? ഇതാണ് ദൈവിക സൃഷ്ടിയുടെ വൈഭവം. 18-ാം നൂറ്റാണ്ടിലാണ് ആദ്യമായി ഇലക്ട്രിസിറ്റി എന്ന വാക്കും അതിൻ്റെ ഉപയോഗവും കണ്ടെത്തുന്നത്. എന്നാൽ ദൈവം ലോകത്തെ സൃഷ്ടിക്കുമ്പോൾ തന്നെ ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ വൈദ്യുതി ഉപയോഗിക്കുന്ന മൃഗങ്ങളെയും മത്സ്യങ്ങളെയും ദൈവം സൃഷ്ടിച്ചു. മാത്രമല്ല, ഇടിമിന്നൽ വൈദ്യുതിയുടെ ഒരു കലവറയാണ്. എന്നാൽ ഈ വൈദ്യുതി എങ്ങനെ ശേഖരിക്കണം എന്ന് ഇന്നുവരെയും മനുഷ്യൻ കണ്ടെത്തിയിട്ടില്ല. നാം ജീവജാലങ്ങളെക്കുറിച്ചാണല്ലോ ചിന്തിക്കുന്നത്. ഇലക്ട്രിക് ഈൽ മാത്രമല്ല, വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന അനേക തരം മത്സ്യങ്ങൾ ഉണ്ട്. ഇവയെല്ലാം നിസ്സാരവും ഒന്നുമില്ലാത്തതുമാണെങ്കിൽ പോലും ഇവയുടെ കഴിവുകൾ വളരെ വിചിത്രമാണ്. ഇതിൽ നിന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഏത് മനുഷ്യനും എത്ര നിസ്സാരനാണെങ്കിൽ പോലും, വിദ്യാസമ്പന്നനാകട്ടെ വിദ്യാഹീനനാകട്ടെ, ബലവാനാകട്ടെ ബലഹീനനാകട്ടെ, ജ്ഞാനിയാകട്ടെ അജ്ഞാനിയാകട്ടെ, കഴിവുള്ളവനാകട്ടെ കഴിവില്ലാത്തവനാകട്ടെ, എല്ലാ മനുഷ്യർക്കും തന്നെ ദൈവം ചില പ്രത്യേകതകൾ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ദൈവമക്കൾക്കോ ദൈവം ചില പ്രത്യേക കഴിവുകൾ നൽകിയിട്ടുണ്ട്. ഇവയെ കൃപാവരങ്ങൾ എന്ന് പറയും. കൃപാവരങ്ങളും നൈസർഗികമായ കഴിവുകളും ചേർത്ത് ഉപയോഗിച്ചാൽ ദൈവനാമ മഹത്വത്തിനു വേണ്ടി പലതും വിശ്വാസികൾക്ക് അഥവാ ദൈവമക്കൾക്ക് ചെയ്യുവാൻ സാധിക്കും. അതിനാൽ ദൈവസന്നിധിയിൽ ആരും തന്നെ നിസ്സാരന്മാരല്ല. ദൈവനാമ മഹത്വത്തിനു വേണ്ടി ദൈവം എടുത്തുപയോഗിക്കുന്ന വ്യക്തിത്വങ്ങൾ അഥവാ ഉപകരണങ്ങളാണ് ദൈവമക്കൾ. ദൈവം ഒരു വ്യക്തിയെ എല്ലായ്പ്പോഴും എടുത്തുപയോഗിക്കണം എന്നില്ല. ദൈവത്തിൻ്റെ സമയത്തിനും കാലത്തിനും
ലക്ഷ്യപൂർത്തീകരണത്തിനും വേണ്ടിയാണ് ദൈവം അതാത് സമയത്ത് ഓരോ വ്യക്തികളെ എടുത്തുപയോഗിക്കുന്നത്. ദൈവത്തിൻ്റെ സമയത്തിനു വേണ്ടി കാത്തിരിക്കുന്നവർ അവരിൽ ഒരു കഴിവും ഗുണവും ഇല്ല എന്ന് പലപ്പോഴും ലോകത്തിലുള്ളവരും ചിലപ്പോൾ കൂട്ടുസഹോദരന്മാർ പോലും വിധിയെഴുതും. ഇങ്ങനെയുള്ളവർ പലപ്പോഴും നിന്ദയും പരിഹാസവും ഒറ്റപ്പെടലും അനുഭവിക്കേണ്ടി വരും. പണ്ട് മുതൽ ദൈവത്തെ അനുസരിച്ച് പിൻപറ്റിയവരെ അനേകർ പരിഹസിച്ച് നിന്ദിച്ചിട്ടുണ്ട്. എന്നാൽ കാലം കഴിഞ്ഞപ്പോൾ ദൈവം തൻ്റെ ദാസന്മാരെ ഉയർത്തുന്നത് കണ്ട് പരിഹസിച്ചവർ തല താഴ്ത്തിയതായി ചരിത്രം രേഖപ്പെടുത്തുന്നു. അബ്രഹാം സമ്പന്നമായ ഒരു നാട് വിട്ട് ദൈവം തന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് യാത്രയായപ്പോൾ ആ ദേശക്കാർ പരിഹസിച്ച് തന്നെ വിളിച്ചു എബ്രായൻ അഥവാ നദി കടന്നുപോയവൻ. സമ്പന്നതയിൽ നിന്ന് സ്വന്തമായി ഒരു ദേശവും ഭവനവുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് ഇവന് എന്ത് ഭവിക്കും എന്ന് അന്ന് ജനം നോക്കിക്കൊണ്ടിരുന്നു. കാലം കഴിഞ്ഞപ്പോൾ അബ്രഹാമിൻ്റെ സന്തതികൾ ഇസ്രായേൽ എന്നുള്ള രാഷ്ട്രം ലോകത്തിൻ്റെ തന്നെ ഒരു അസൂയപാത്രമായി മാറുന്നു. സ്വപ്നക്കാരനായ യോസേഫ് താൻ കണ്ടിരുന്ന സ്വപ്നം തൻ്റെ സഹോദരന്മാർക്ക് ഒട്ടും പിടിച്ചില്ല. ഈ കൊച്ചു ബാലൻ ഞങ്ങളെക്കാളും വലിയവനാകുമോ? ഒരിക്കലും സാധിക്കുകയില്ല, അവൻ ഒരു കഴിവുമില്ലല്ലോ. പിന്നീട് യോസേഫിനെ ഇസ്മായിലിയരുടെ കയ്യിലേക്ക് വിറ്റപ്പോൾ അവർ വിചാരിച്ചു, ഇപ്പോൾ അവൻ്റെ സ്വപ്നങ്ങളെല്ലാം ശിഥിലമായി പോയില്ലേ, അവനിപ്പോൾ വെറുമൊരു അടിമ മാത്രം. ഫൊത്തിഫറിൻ്റെ ഭാര്യയും വിചാരിച്ചു, യോസേഫ് ഒരു അടിമ മാത്രമല്ലേ, ഞാൻ എന്ത് ചെയ്താലും എനിക്കൊരു പ്രശ്നവും ഉണ്ടാകുകയില്ല, അവൻ തന്നെ അതെല്ലാം സഹിക്കണം. എന്നാൽ കാലം തികഞ്ഞപ്പോൾ ദൈവം അവനെ ഉയർത്തി. ഫൊത്തിഫറും ഭാര്യയും തൻ്റെ മുന്നിൽ മുട്ടുകുത്തുന്നു. തൻ്റെ സഹോദരന്മാർ തൻ്റെ മുന്നിൽ യാചകരെ പോലെയായിത്തീരുന്നു. വെറുമൊരു ബാലൻ, ഇവനെന്ത് ചെയ്യുവാൻ സാധിക്കും? എന്നാൽ ദൈവം അവനെ എടുത്തു ഉപയോഗിച്ചപ്പോൾ അവൻ എല്ലാവർക്കും മീതെ ഉയർന്നു. യോശുവയും കൂട്ടരും യെരിഹോ മതിൽ 6 ദിവസം ചുറ്റി നടന്നപ്പോൾ ദേശനിവാസികൾ വിചാരിച്ചു, ഇവർ എന്ത് ബുദ്ധിഹീനർ, ഒരു മതിൽ തകർക്കുവാൻ ഒന്നും തന്നെ അവരുടെ കയ്യിലില്ല. അവർ ഈ മതിലിൻ്റെ ചുറ്റും നടന്ന് വെറുതെ സമയം കളയുന്നവരാണ്. ഇവർക്ക് ഞങ്ങളെ എന്ത് ചെയ്യുവാൻ സാധിക്കും? എന്നാൽ വെറുമൊരു ആർപ്പുവിളിയോടെ യെരിഹോയുടെ കോട്ട തകർന്നുപോയി. ഇസ്രായേൽ ജനത്തെ ബുദ്ധിഹീനർ എന്ന് വിളിച്ച ആ ജനം ഭയന്നോടി. എന്നാൽ ആരും തന്നെ രക്ഷപ്പെടാതെ എല്ലാവരും അവരുടെ കൈയാൽ പട്ടുപോയി. യെരിഹോയുടെ വൻ മതിൽ തകർക്കുവാൻ ആനയോ ചുറ്റികയോ ഉളിയോ മറ്റ് ഉപകരണങ്ങൾ ഒന്നിൻ്റെയും ആവശ്യം വന്നില്ല. ദൈവത്തിൻ്റെ വാക്ക് അപ്പാടെ അനുസരിച്ചാൽ ഏത് വലിയ കോട്ടകളും തകർന്നു വീഴും. ആഹാബ് രാജാവിൻ്റെ കാലത്ത് പെട്ടെന്ന് രാജാവിൻ്റെ അരമനയിൽ കയറി വന്ന ഏലിയാവ് പറയുന്നു, ഞാൻ പറയാതെ ഈ ദേശത്ത് മഞ്ഞും മഴയും പെയ്യുകയില്ല. അന്ന് ആഹാബും ഇസബേലും വിചാരിച്ചു, ഈ മനുഷ്യൻ എന്ത് മണ്ടത്തരമാണ് പറയുന്നത്, ഇവനാണോ മഞ്ഞും മഴയും നിയന്ത്രിക്കുന്നത്? ഇത് പറഞ്ഞ ശേഷം ഇറങ്ങിപ്പോയ ഏലിയാവിന് ദൈവം വേണ്ടതൊക്കെ നൽകിക്കൊടുത്തു. എന്നാൽ ചില ദിവസങ്ങൾക്കകം തന്നെ ആഹാബും കൂട്ടരും നന്നായി മനസ്സിലാക്കി ഏലിയാവിൻ്റെ വാക്കിന് വിലയുണ്ടെന്ന്. കർമ്മേൽ പർവ്വതത്തിൽ ഏലിയാവ് ബാൽദേവനെയും അവൻ്റെ പ്രവാചകന്മാരെയും വെല്ലുവിളിച്ചപ്പോൾ അന്നുള്ള ജനം ചിന്തിച്ചു, സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി വരികയോ? ഇത് അസാധ്യം, 2 കൂട്ടരും ഒരുപോലെ പരാജയപ്പെടും. എന്നാൽ ജനത്തിൻ്റെ ചങ്കിൽ ഇടിവെട്ടിയതുപോലെ ഇതാ സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി വന്ന് ഏലിയാവ് പണിത യാഗപീഠത്തിലുള്ള യാഗമൃഗത്തെ ദഹിപ്പിച്ചും ചുറ്റുപാടുമുള്ള വെള്ളത്തെ വറ്റിച്ചും കളഞ്ഞു. ഈ മനുഷ്യന് എന്ത് ചെയ്യുവാൻ സാധിക്കും എന്ന് അന്ന് അവർ ചിന്തിച്ചു. എന്നാൽ ദൈവത്തിൻ്റെ ദാസൻ ദൈവത്തിൻ്റെ മുന്നറിയിപ്പുകൾ അറിയിക്കുന്നു എന്നുള്ള കാര്യം ജനം അന്ന് അറിഞ്ഞു. ദാനിയേലിനെ സിംഹക്കുഴിയിലിട്ടപ്പോഴും അവർ വിചാരിച്ചു, ഈ 70-80 വയസ്സായ കിഴവന് എന്തു ചെയ്യുവാൻ സാധിക്കും? ശരിയാ, തനിക്കൊന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല. എന്നാൽ തൻ്റെ കൂടെയുള്ള തൻ്റെ ദൈവത്തിന് പലതും ചെയ്യുവാൻ സാധിക്കും എന്ന് അന്ന് അവർ അറിഞ്ഞു. പ്രിയ ദൈവമക്കളെ, പലപ്പോഴും നമ്മെ നിസ്സാരന്മാരായിട്ട് ഈ ലോകവും നമ്മുടെ കൂടെയുള്ള സഹോദരന്മാരും എണ്ണിയെന്നു വരും. നാം ചിലപ്പോൾ പരിഹാസവും നിന്ദയും ഒറ്റപ്പെടലും അനുഭവിച്ചു എന്ന് വരും. എന്നാൽ
ഒരിക്കലും തളർന്നു പോകരുത്. കാരണം നമുക്ക് മുൻപുണ്ടായ വിശ്വാസികളെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെയും ലോകം അങ്ങനെ തന്നെയാണ് കണ്ടതും ചെയ്തതും. അതിനാൽ നമ്മുടെ മുൻപേ പോയ വിശ്വാസ വീരന്മാരെ മാതൃകയാക്കി നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ദൈവത്തിൻ്റെ സമയത്തിനായി കാത്തിരിക്കാം. ദൈവം തക്ക സമയത്ത് നമ്മെ ഉയർത്തും, ഉറപ്പാണ്. മാത്രമല്ല, നാം ഒരിക്കലും നമ്മുടെ സഹോദരന്മാരെ നിസ്സാരന്മാരായി എണ്ണരുത്. ദൈവത്താൽ അവർ വിളിച്ച് വേർതിരിക്കപ്പെട്ടവരാണ്. അവർ ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ അതിൽ എന്തെങ്കിലും കാര്യമുണ്ടെന്ന് മനസ്സിലാക്കുക. അതെന്താണെന്ന് മനസ്സിലാക്കി ദൈവം അവരിൽ കൂടി അറിയിക്കുന്ന കാര്യം അതേപാടെ ചെയ്യുന്നതാണ് ബുദ്ധി. മറിച്ചായാൽ മുൻപേ കേട്ട ദൈവദാസന്മാരെ നിന്ദിച്ചവരുടെ അനുഭവം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതുതന്നെയാണ് എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 21 വാക്യം വരെയും, കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 16 വാക്യത്തിലും, എബ്രായ ലേഖനം 10-ന്റെ 24 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ കൂടി ദൈവാത്മാവ് നമ്മോട് പ്രബോധിപ്പിക്കുന്നത്. ദാവീദിൻ്റെ ജീവിതത്തിലും ഇതേ കാര്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ദാവീദിനെപ്പറ്റി തൻ്റെ കുടുംബത്തിൽ ഇവൻ വെറുമൊരു ബാലനാണ്, ഇവൻ നിസ്സാരനാണ്, ഇവൻ ആട്ടിടയൻ മാത്രമാണ് എന്ന് വിചാരിച്ച ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ ശമൂവേൽ തന്നെ അഭിഷേകം ചെയ്തപ്പോൾ മാത്രമാണ് ദൈവം ദാവീദിനെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ തൻ്റെ പിതാവായ ഇശായിക്ക് മനസ്സിലാകുന്നത്. ഗോലിയാത്തിനെ കൊല്ലുവാൻ ഇറങ്ങിത്തിരിക്കുന്ന ദാവീദിനെ ഇസ്രായേൽ ജനവും അതുപോലെ തന്നെ ഫെലിസ്ത്യരും ഒരുപോലെ പരിഹസിച്ചു. തൻ്റെ സഹോദരന്മാർ തന്നെ ശകാരിച്ചു. എന്നാൽ ദൈവം തന്നിൽ കൂടി പ്രവർത്തിച്ചപ്പോൾ എല്ലാവരും തന്നെ പ്രശംസിച്ചു. ദൈവം ദാവീദിനെ ഉയർത്തി ഉയരങ്ങളിലെത്തിച്ച് ദൈവത്തിൻ്റെ ലക്ഷണ്യ പ്രവൃത്തിയിൽ ഒരു പങ്കും നൽകിയത് നമുക്ക് നന്നായി അറിയാം. ദാവീദിൻ്റെ ജീവിത ചരിത്രം ചുരുക്കമായി നാം പഠിക്കുവാൻ പോകുന്നു. ഈ തിങ്കൾ മുതൽ ശനി വരെയുള്ള ദിവസങ്ങളിൽ സുവിശേഷകൻ ബ്ലേസൻ ബാബു അഹമ്മദാബാദ് നമ്മോട് സംസാരിക്കുന്നു. ഈ പഠനം നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരട്ടെ എന്ന പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.